ബോധ്യപ്പെടുത്തി. എന്തൊക്കെയായിരിക്കും നമ്മൾ പറഞ്ഞ ഇത് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന്. ഇതൊരു നിലപാടാണ്. ഇത് മന്നത്ത് പത്മനാഭനെടുത്ത നിലപാടാണ്. അതിന്നും ഞങ്ങൾ തുടരുന്നു എന്നുള്ളേ ഉള്ളൂ. മുൻപ് നമ്മൾ കോൺഗ്രസിനൊപ്പം BJPക്കൊപ്പം ഒക്കെ തന്നെ ആചാര സംരക്ഷണം നിന്നിരുന്നു. അന്നാണ് ഇതിൽ എതിർത്ത് നിന്നിരുന്നത് LDF ആയിരുന്നു. എതിർപ്പ് അത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഞങ്ങൾക്ക് ആ രാഷ്ട്രീയം ഇല്ല ഇക്കാര്യത്തിൽ. സമദൂരത്തിലെ സത്യം എന്ന് പറയുന്നത് സമദൂരത്തിൽ എവിടെയാണ് നമുക്കൊരു മാറ്റം വന്നിരിക്കുന്നത്? സർക്കാരിനൊരു പിന്തുണ മാറ്റം വന്നു ഇല്ല. ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സർക്കാർ ചേർന്ന് പങ്കെടുക്കുകയും സർക്കാരിന് വലിയ ആശ്വാസമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് രാഷ്ട്രീയ നിലപാട് മാറ്റമായി അത് നിങ്ങൾ വ്യാഖ്യാനിച്ചു, ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നില്ല. ഞങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് മാത്രമേ പറയുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ 2 തെരഞ്ഞെടുപ്പുകൾ വരുന്നു. അവിടെ നമ്മൾ സമദൂര നിലപാട് തന്നെയാണ്. സമദൂര നിലപാടാണ്. ഈ രാഷ്ട്രീയത്തിന് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലാന്ന്. നമ്മൾ ആ സമദൂരം തുടരും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും ഞങ്ങളില്ല. ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരം ഉണ്ടോ? ശരിദൂരം ഉണ്ട്. അതാണ് ഇപ്പൊ കാണിച്ചതാ. അപ്പൊ അതിൽ നമ്മൾ ഈ ഇടതുപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ, സർക്കാരിന് വിശ്വാസത്തിലെടുക്കാൻ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? എന്തൊക്കെ മാറ്റങ്ങൾ ഇടത് സർക്കാരിന് എങ്ങനെയാണ് അന്വേഷിക്കും? സാറങ്ങോട്ട് പോട്ടല്ലോ, സാറിന് വഴി കൊടുക്കും. ഇങ്ങോട്ട് ആരെങ്കിലും വന്നോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ചർച്ചയ്ക്ക് ഈ സമയമുണ്ടോ? വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പൂർണ്ണമായിട്ട് അത് ഞങ്ങളുടെ മെമ്പേഴ്സിനും കൂടെ അറിയത്തക്ക രീതിയിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. രാഷ്ട്രീയ നിലപാടല്ലല്ലേ, ഇതൊരു രാഷ്ട്രീയ നിലപാടല്ലേ? സന്ദർശനത്തിന് അത് ആലോചിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും സൗഹൃദത്തിന് വരാം. വേറെ കാര്യം എന്താ പറയാനാണല്ലോ, ആളുകൾ വരരുതെന്ന് പറയാനിപ്പോ. സാർ, ഈ 30-ാം തീയതി അവധി NSSന്റെ ആവശ്യപ്രകാരമാണ് സർക്കാർ ഞങ്ങളും ആവശ്യപ്പെട്ടു. പിന്നെ ആരൊക്കെ ആവശ്യപ്പെടുന്നു എനിക്കറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു യോഗത്തിലൊരു പരാമർശം സാറ് നടത്തിയെന്ന് പറഞ്ഞു. അല്ലല്ല, അത് ഞങ്ങൾ ആവശ്യപ്പെട്ടു, മറ്റുള്ളവരും ആവശ്യപ്പെട്ട് കാണും. കോൺഗ്രസിന്റെ പുതിയ നേതാക്കൾ വന്നതിന് ശേഷമാണോ നിങ്ങൾ അകന്നു തുടങ്ങിയത്? പുതിയ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ എന്തിനാ പിന്നെ നിങ്ങളിട്ട് കുഴയ്ക്കുന്നു?